ഹലോ. അപ്പോൾ ഒരു ഈസി ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം നമുക്ക്. ഭയങ്കര ഈസിയാണ്. ഇതൊരു മസാലക്കറിയാണ്, സാധാരണ കാണുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച കറിയല്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പായോ. ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഗ്രീൻ പീസും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വേവിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ എന്തിലാണോ നമ്മൾ കറി വെക്കുന്നത് അതൊരു ചീനച്ചട്ടിയോ ഉരുളിയോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേനും സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് വെച്ചത് ചേർത്ത് ലേശം ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. വഴന്നതിന് ശേഷം ഒരു ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞത് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇട്ട് ഇളക്കുക. ഇളക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടി കുക്കറിലുള്ള വെള്ളമില്ലേ, ആ വെള്ളം ബാക്കി കാണും, അതിനകത്തുനിന്ന് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം ബാക്കിയുള്ള ഗ്രീൻ പീസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഞാനിതിലേക്ക് എക്സ്ട്രാ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യുക. ഗ്രീൻ പീസ് കറി കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേനും ചൂടൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് കുറുകി വരും. അതുകൊണ്ട് ഞാൻ ലേശം കൂടെ വെള്ളം ആഡ് ചെയ്തു. അപ്പം വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ.